ശ്രീ എ സജീവൻ, ഇവിടെ രജിൻ പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടാകണം. നേരത്തെ മുൻകാല സർക്കാരുകൾ നളിനി നെറ്റോയുടെയും ടിക്കാറാം മീണയുടെയും പി ജെ തോമസിൻ്റെ അടക്കം പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് രജിൻ ഉണ്ണിത്താൻ പറഞ്ഞത്. ഇങ്ങനെ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുള്ള സ്വാഭാവികം നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ തസ്തികകളിലേക്ക് വരുന്നത് ഉന്നതരായ സീനിയർ IAS ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവർ പല പോസ്റ്റുകൾ മാറി വരാറുണ്ട്. ഇവിടെ ഉയരുന്ന പ്രശ്നം, രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ ചെയ്ത നടപടികളാകെ തന്നെ വലിയ സംശയത്തിൻ്റെ നിഴലിലാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടുകമായി ഈ ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നു. നമ്മൾ കണ്ടത് ബീഹാറിൽ, ബംഗാളിൽ അടക്കം കണ്ട, അസാമിലടക്കം കണ്ട വലിയ രീതിയിലുള്ള SIRൻ്റെ പേരിലുള്ള വെട്ടിയൊതുക്കലുകൾ. സമാനമായി കേരളത്തിൽ പല പണികളും ഓർ നോക്കി. പക്ഷേ കേരളത്തിൽ ഈ പറയുന്ന ഇടതുപക്ഷമായാലും അത് പക്ഷേ വലതുപക്ഷം കോൺഗ്രസ് ആയാലും വളരെ കൃത്യമായി തന്നെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ടാകണം. പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം, ഈ ഇലക്ടറൽ ഓഫീസർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പേര് ചേർക്കുന്നത് മുതൽ അതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ സർവീസ് വോട്ടുകൾ വെട്ടി ഒതുക്കുന്നതിൽ വരെ, അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലെറ്റർ പാഡിൽ എങ്ങനെയാണ് BJPയുടെ സീൽ വരുന്നത്, ഈ വിഷയങ്ങളെല്ലാം സംശയമായി തന്നെ നിൽക്കുകയാണ്. അപ്പോഴാണ് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞ കൂൾ ഓഫ് ടൈം പോലും ലംഘിച്ചുകൊണ്ട് VD സതീശൻ രത്തൻ കേൽക്കറെ നിയമിക്കുന്നത്. സംശയമല്ലേ? സംശയം ഉയരില്ലേ? ചോദ്യങ്ങൾ ഉയരില്ലേ? ഈ രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, നിയമപരമായിട്ട് ശരിയാണോ ധാർമ്മികമായിട്ട് ശരിയാണോ എന്നുള്ളതാണ്. റിജിനോടെ പറഞ്ഞുള്ള കാര്യം നിയമപരമായിട്ട് ശരിയാണ്, തെറ്റൊന്നുമില്ല. കാരണം ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ മറ്റൊരു തസ്തികയിലേക്ക് നിയമിക്കുന്നു. അങ്ങനെ ഒരു പുതിയ സർക്കാർ വരുമ്പോൾ ഒരു തസ്തികയിൽ നിന്നും മറ്റൊരു തസ്തികയിലേക്ക് മാറ്റാറുണ്ട്. അങ്ങനെ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ ന്യായീകരിക്കാൻ പറ്റും. പക്ഷേ ധാർമ്മികമായിട്ട് ശരിയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ മറ്റ് IAS ഉദ്യോഗസ്ഥന്മാർ, മറ്റ് ഏതെങ്കിലും ഒരു വകുപ്പ്, കൃഷി വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന അല്ലെങ്കിൽ വ്യവസായത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥനെ മറ്റൊരു വകുപ്പിലേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റും. കാരണം അത് ഒരു തസ്തിക മാറ്റം മാത്രമാണ്. പക്ഷെ അതേപോലെയല്ല മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്നുള്ളത്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ്, ഇപ്പോഴത്തെ സർക്കാരിനെ അധികാരത്തിലേറ്റിയ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ആ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിച്ചയാളാണ്. നമ്മൾ എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ജഡ്ജിമാര്, ന്യായാധിപന്മാരെയൊക്കെ അവരെ ഉടനെ തന്നെ ലോക്സഭയിലേക്കല്ല രാജ്യസഭയിലേക്കും മറ്റും കൊണ്ടുപോകുന്നതിനെ കുറിച്ച് നമ്മൾ ശക്തമായിട്ട് എതിർക്കുന്നുണ്ടല്ലോ. കാരണം ഒരു ഇത് കഴിഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന് പറയുന്ന ഒരു ഒന്നായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. അത് ചെയ്തോ ശരിയോ? രത്തൻ ഖേൽക്കർ എന്തെങ്കിലും ചെയ്തോ ചെയ്തില്ല എന്നുള്ള ഞാൻ പറയുന്നില്ല. കാരണം അതെന്റെ എന്റെ അടുത്ത് തെളിവുകൾ ഇല്ലാത്തൊരു കാര്യമായിരുന്നു ഞാൻ പറയാം. പക്ഷെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞ പോലെ ഈ BJPയുടെ സീല്, അത്തരം കാര്യങ്ങളൊക്കെ വന്ന കാര്യങ്ങളുണ്ട്. അപ്പോ എന്തായാലും ഇപ്പോ സുപ്രീം കോടതിയുടെ ന്യായാധിപനെ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ന്യായാധിപനെ സർക്കാർ വരുമ്പോൾ ഉടനെ അദ്ദേഹം വിരമിക്കുന്നതിന് പിറ്റേ ദിവസം തന്നെ വേറെ ഒരു തസ്തികയിലേക്ക് കൊടുക്കുന്നു, ഉന്നതമായൊരു പദവിയിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്ന പോലെ അവിടെയും നമ്മൾ കണ്ടിട്ടുള്ള അതേ കാര്യങ്ങളൊക്കെ സർക്കാരിന് വേണ്ടിയിട്ട് വിധി എഴുതിയിട്ടുള്ള, സർക്കാരിന് വേണ്ടി അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളെയാണ് മാറ്റുന്നത് എന്ന ആരോപണം അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ സാധാരണ ഒരു IAS ഓഫീസർ, സീനിയർ ആയാലും ജൂനിയർ ആയാലും, അദ്ദേഹത്തെ വേറെ തസ്തികയിലേക്ക് മാറ്റുന്ന പോലെ അല്ല. ഒരു തെരഞ്ഞെടുപ്പിന്റെ മാത്രമല്ല, ഇവിടെ 2 തെരഞ്ഞെടുപ്പുകൾ അടുപ്പിച്ചടുപ്പിച്ച് വന്നാണ്. താങ്കൾ പറഞ്ഞ പോലെ തന്നെ BJPയുടെ ഓഫീസിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, SIRമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, കുറെ ഉദ്യോഗസ്ഥന്മാർക്ക് വോട്ട് ചെയ്യാൻ പറ്റും, അവരുടെ വോട്ടവകാശം നഷ്ടപ്പെട്ടതായിട്ട് കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന രീതിയിൽ ഒരു സംഭവം നടന്ന് അതിന് ഒരു ചെറിയൊരു കൂളിംഗ് പീരീഡ് അത് കൊടുക്കണമല്ലോ. കാരണം ഉടനെ തന്നെ മാറ്റുന്നതിന് പകരം കുറെ കഴിഞ്ഞൊരു പക്ഷെ മാറ്റിയാൽ പ്രശ്നമില്ല. അങ്ങനെ മാറ്റിയിട്ടുള്ള ആളുകൾ ധാരാളം ഉണ്ട്. അങ്ങനെ മാറ്റുന്നതിൽ തെറ്റുമില്ല. ഇവിടെ സാങ്കേതികമായിട്ട് ഇപ്പോഴും രത്തൻ കേൽക്കർ മാറ്റിയത് സാങ്കേതികമായിട്ടോ അല്ലെങ്കിൽ നിയമപരമായിട്ടോ തെറ്റാണ് ഞാൻ പറയുന്നത്. പക്ഷെ അവിടെ ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. മനോജ് അഗർവാളിന്റെ കാര്യത്തിൽ ഇതേപോലെ തന്നെയാണ്. മനോജ് അഗർവാളിനെ ഇതേ പെട്ടെന്ന് തന്നെ ബംഗാളിൽ എന്തുകൊണ്ടാണ് സുവേന്ദു അധികാരി ഇത്രയും പെട്ടെന്ന് കാര്യം കൊടുത്തത്? അതിനു മുമ്പേയുള്ള ആരോപണങ്ങൾ തന്നെയാണ് പ്രശ്നം. ആരോപണങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ ഒരു വലിയ ഭരണമാറ്റം ഉണ്ടാവുന്നു. ആ ഭരണമാറ്റത്തിന് അനുകൂലമായിട്ട് നിന്നു എന്ന ഒരു ആരോപണത്തിന് വഴിവെക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇത് വരിക. സത്യത്തിൽ ഇതിനൊക്കെ കൊടുക്കേണ്ട ഒരു രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ തന്നെ ഒരു നിശ്ചിത സമയമുണ്ട്. ആ സമയം കഴിഞ്ഞിട്ട് വേറെ മാറ്റിവെച്ച പ്രശ്നമൊന്നുമില്ല. ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള 2-3 കാര്യങ്ങളുടെ ഇത് തന്നെയുണ്ട്. അത് അദ്ദേഹം ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ
ഒരു 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 മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ആ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ ഇപ്പോഴും പൂർണ്ണമായിട്ട് പൂർത്തിയായോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ഉടനെ തന്നെ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് പലപ്പോഴും ആരോപണങ്ങൾക്ക് അത് തന്നെയാണ് ശ്രീ സംശയങ്ങൾക്കൊക്കെ സജീവൻ വഴിവെക്കും. താങ്കൾ അവസാനം ചൂണ്ടിക്കാട്ടിയതാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതിൻ്റെ കണക്കുകൾ പോലും ഇപ്പോഴും വ്യക്തമാകാതിരിക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയം നിലനിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ ഈ സെക്രട്ടറിയെ നിയമിച്ചതെന്നുള്ളതിന് പ്രശ്നം.